ദൈവം നമുക്ക് വേണ്ടി കരുതും എന്ന് പറയുന്നതിൽ വ്യക്തിപരമായി ജനറലായിട്ട് കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ഓരോ വ്യക്തിക്കും വേണ്ടി കരുതും. അത് സുനിശ്ചിതവുമാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കി, നന്മയാക്കി കർത്താവ് തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവ് ഒരിക്കൽ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ 2 ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 ശിഷ്യന്മാരുടെ യാത്രയിൽ യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. എമ്മൗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയായിരുന്നു. ആ യാത്രയിൽ യേശു അവരെ ചില വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിനകത്ത് ആ വചനങ്ങൾ അതിനെ ആഗിരണം ചെയ്യാവുന്ന തലത്തിലേക്ക് അവരുടെ ഹൃദയത്തെ അവിടെ സജ്ജമാക്കുകയായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതുപോലെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കത്തിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ കത്തിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകാശമാനമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എറണാകുളത്ത് നിന്ന് ലില്ലി ജോൺ ആണ്. ലില്ലി ജോൺ ആൻറ്റി, താങ്ക് യു. അപ്പോൾ തന്നെ ഇന്ന് തൻ്റെ ഭർത്താവ് ജോൺ മത്തായിയുടെ 93ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോൺ എങ്കിൽ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും കൂടുതൽ ആരോഗ്യവും ശക്തിയും ആയുസ്സും ഒക്കെ കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കുവാനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിൻ്റെ കൃപ ലില്ലി ആൻറ്റിയുടെ മേൽ അധികമായിട്ട് പകരണമേ. പ്രത്യേകിച്ച് ജോണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടുതൽ നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാം അങ്ങ് പകരണമേ കർത്താവെ. അതോടൊപ്പം തന്നെ ഇന്നൊരു കീ സ്പോൺസർ കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ ശൈലജ വേണുഗോപാലാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഇതുവരെ നടത്തിയതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ 2 മക്കളും ദൈവത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനമേൽക്കുവാൻ, അതോടൊപ്പം ഭർത്താവിൻ്റെ രോഗത്തിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ, ഭർത്താവിൻ്റെ പേരിലുള്ള സ്ഥലം വിൽക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. വെൽക്കം ബാക്ക്. ഏപ്രിൽ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക്, അപ്പോൾ തന്നെ മെയ് മാസത്തിൻ്റെ തുടക്കത്തിലേക്കാണ് ഈ ഒരാഴ്ച നമ്മൾ വന്നിരിക്കുന്നത്. 2 മാസങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു വീക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്ങിൽ നിന്നും അടുത്ത ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷനിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ്റെ ഒരു ടൈമിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് വീക്ക്. അപ്പോൾ എല്ലാവരും റെഡിയാകുക. ഇന്നത്തെ നിങ്ങളുടെ ഡിവോഷണൽ ഡയറി എടുത്ത് ഏപ്രിൽ 27th വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നെഹമായുടെ ബർത്ത്ഡേ ആണ്. സോ മറക്കാനാവാത്ത ദിവസം. നിങ്ങൾ കേട്ട് കാണും, ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കുഞ്ഞ് നഷ്ടമാകുന്നു. ഷമ്മ സിസ്റ്റർ ആ ഒരു ദിവസം ഞങ്ങൾ വളരെ തകർന്നിരിക്കുന്ന ആ ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിൽ കിടക്കുമ്പോൾ ഷമ്മ സിസ്റ്റർ ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാക്ഷി കേട്ടിട്ടുണ്ട്. അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കും. അത് നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാ വർഷവും ഏപ്രിൽ 27-ാം തീയതി ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നേനെ, അതോർത്ത് നഷ്ടപ്പെട്ടല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഏപ്രിൽ 27th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, കേക്ക് മുറിക്കുകയാണ്. സോ ദിസ് ഈസ് ഗോഡ്. സോ ഇന്നത്തെ ഡയറിയിൽ പേജിൽ നിങ്ങൾക്ക് കാണാം, ഫോക്കസ് വേർഡ് ഈസ് പീസ്ഫുൾ പ്രൊവിഷൻ. സമാധാനപരമായ കരുതൽ, വളരെ നമുക്ക് പീസ് നൽകുന്ന ദൈവത്തിൽ നിന്നുള്ള കരുതൽ. ആൻഡ് ദ ഫോക്കസ് വേഴ്സ് എന്താണ്? Philippians chapter 4 verse number 19. And my God will meet all your needs according to the riches of his glory in Christ Jesus. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഡെക്ലറേഷൻ നോക്കുക. The Lord meets every need today. ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും
ദൈവം നിർവഹിച്ചു തരുന്നു. ഐ റെസ്റ്റ് ഇൻ ഹിസ് ഓവർഫ്ലോയിങ് സപ്ലൈ ആൻഡ് ഷാലോം. ഞാൻ അവൻ്റെ നിറഞ്ഞ കവിയുന്ന അവൻ്റെ കരുതലിലും സമാധാനത്തിലും രണ്ടിലും ഞാൻ വിശ്രമിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി ദയവായി വായിക്കണേ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആ കോൺടെക്സ്റ്റ് ഒന്ന് ആദ്യം അറിയുന്നത് നല്ലതാണ്. ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞ് ആൾ ജയിലിൽ കിടക്കുവാണ്, കാരാഗൃഹത്തിലാണ്. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പിൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം എടുത്ത് നോക്കുവാണെങ്കിൽ അദ്ദേഹം ഈ ഒരു ഘട്ടമെത്തിയപ്പോൾ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ളൊരു കാലിബറിലേക്ക് അദ്ദേഹം വളർന്നു. നമ്മളെല്ലാവരും അങ്ങനെ വളരണം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന സകലരും, ശേഷം റീപ്ലേ ആയിരിക്കാം, ഒരുപക്ഷെ സമയങ്ങൾക്ക് ശേഷമായിരിക്കാം നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്ന, കമൻറ്റ് സെക്ഷനിൽ ആദ്യം തന്നെ പോയി എന്താ ചെയ്യേണ്ടത്, പീസ്ഫുൾ പ്രൊവിഷൻ എന്ന് ടൈപ്പ് ചെയ്യണം. അത് നിങ്ങളുടെ ഹാജരാണ്, നിങ്ങൾ പ്രസൻ്റാണ് എന്ന് മാർക്ക് ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് അദ്ദേഹം വളർന്നിരിക്കുന്നു. 13-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം ഇറക്കുകയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് അദ്ദേഹം കർത്താവിൻ്റെ ബലത്തോടുകൂടെ എന്തും ചെയ്യാൻ, ഗോഡ് ഈസ് ഓംനിപോട്ടൻറ്റ്, ശരിയല്ലേ? ദൈവം സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എനിക്കും സകലവും അവനാൽ ചെയ്യാൻ കഴിയും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ആ അധ്യായത്തിൽ ഫിലിപ്പ്യ സഭയ്ക്ക് നന്ദി പറയുകയാണ്. എന്താണ് നന്ദി? അവർ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം ഈ ഫിലിപ്പി സഭ കളക്ഷൻ എടുത്ത് അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുത്തു. അതിനെക്കുറിച്ച് നന്ദിയെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് സ്വർഗത്തിലെ അക്കൗണ്ട് ബുക്കിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കിത് വളരെ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞു വന്ന ശേഷം പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ് 19-ാമത്തെ വചനത്തിൽ, മൈ ഗോഡ് വിൽ മീറ്റ് യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, ഞാൻ ഇപ്പോൾ ഈ കസേരയിലിരുന്നുകൊണ്ട് പൗലോസിന് പകരമായിട്ടങ്ങ് പറയുക, പൗലോസായിട്ടല്ല, പൗലോസിന് പകരമായിട്ടിരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുക ഇന്നത്തെ തലമുറയിൽ എന്ന് വിചാരിച്ചാൽ മതി. ഇത് എൻ്റെ വചനമല്ല, പൗലോസിൻ്റെ വചനമല്ല, വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അതിൻ പ്രകാരം ജീവിതത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവേശുവിൽ അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം തീർത്തു തരും. ബാങ്ക് ബാലൻസ് അനുസരിച്ചല്ല, നമ്മുടെ ഇൻകം ഫ്ലോ അനുസരിച്ചല്ല, നമുക്കെന്തെങ്കിലും വിൽപ്പത്രത്തിൽ മാതാപിതാക്കൾ എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചല്ല, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. അവൻ്റെ മഹിമാധനത്തിനൊത്തോണം, നമ്മുടെ കപ്പാസിറ്റി അല്ല, അവൻ്റെ കപ്പാസിറ്റി. അതിനനുസരിച്ച് നിങ്ങൾക്കിതെല്ലാം കർത്താവ് ചെയ്ത് തരും എന്ന് അദ്ദേഹം പറയുന്നു. 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ, കുറിച്ച് വെക്കണേ. ഗോഡ്സ് പ്രൊവിഷൻ ഈസ് പേഴ്സണൽ ആൻഡ് സെർട്ടൈൻ. ദൈവത്തിൻ്റെ കരുതൽ വ്യക്തിപരമാണ്, നിശ്ചയമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതും എന്ന് പറയുന്നതിൽ വ്യക്തിപരമായി, ജനറലായിട്ട് കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്ന് പറയുന്നതിനേക്കാൾ ഓരോ വ്യക്തിക്കും വേണ്ടി കരുതും. അത് സുനിശ്ചിതവുമാണ്. അതുകൊണ്ടാണ് ആ വചനത്തിൽ ഇങ്ങനൊരു പാർട്ട് കിടക്കുന്ന, മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യു നീഡ്സ്. എൻ്റെ ദൈവം നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും തീർക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ വരേണ്ടത് മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നടത്തിത്തരും എന്നാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണ്? ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളാണ്. ഇതെല്ലാം നടത്തിത്തരാൻ വി ഹാവ് എ വണ്ടർഫുൾ സപ്ലയർ, വി ഹാവ് എ വണ്ടർഫുൾ സോഴ്സ്. അപ്പോൾ മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്. പ്രൊവിഷൻ ഈസ് നോട്ട് വീക്ക്. ഇതിൻ പ്രകാരം ദൈവത്തിൻ്റെ കരുതൽ അവ്യക്തമായ ഏതോ അങ്ങനെയല്ല, അത് വളരെ സെറ്റൈനാണ്. ഇറ്റ് ഈസ് പേഴ്സണൽ ആൻഡ് അഷ്യൂർഡ്. വളരെ വ്യക്തിപരമാണ് എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് അഷ്യൂർഡ്, ഗ്യാരൻറ്റീഡാണ്.
അത് സമയത്ത് ദൈവം തന്നിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരോടാണിത് പറയുന്നത് എന്നുള്ളതാണ്. ഇതാണ് കോണ്ടെക്സ്റ്റിൽ പുറത്തെടുത്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആകണമെന്നില്ല. ആരോടാണിത് പറയുന്നത്? ഫിലിപ്പി സഭയോട്. ഫിലിപ്പി സഭ എന്താണ് അതിന് തൊട്ട് മുമ്പ് ചെയ്തതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അഥവാ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നടത്തിത്തരും. നിങ്ങളുടെ പോക്കറ്റ് നോക്കിയിട്ടല്ല, വാലയെ നോക്കിയിട്ടല്ല, വാനിറ്റി ബാഗ് നോക്കിയിട്ടല്ല, ലോക്കർ നോക്കിയിട്ടല്ല, റിസർവ് ബാങ്കിനെ നോക്കിയിട്ടുമല്ല, നിങ്ങളുടെ FD നോക്കിയിട്ടല്ല, നിങ്ങളുടെ ഇൻകം ഫ്ലോ നോക്കിയിട്ടല്ല, അവൻ്റെ മഹിമാധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സാം 23:1 ഇതൊക്കെ ആവർത്തിച്ച് വരുന്ന വചനങ്ങളാണെങ്കിലും നല്ലതല്ലേ? സാം 23:1 പറയുന്നത്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല. മത്തായി 6:8, യുവർ ഫാദർ നോസ് വാട്ട് യു നീഡ് ബിഫോർ യു ആസ്ക്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പിതാവിന് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിയാം. റോമലേഖനം 8:32, ഹീ ഹൂ ഗേവ് ഹിസ് സൺ വിൽ ഓൾസോ ഗീവ് ഓൾ തിങ്സ്. സ്വന്തം പുത്രനെ നൽകാൻ മടിക്കാതിരുന്ന പിതാവ് പുത്രനോടൊപ്പം സകലവും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? അപ്പം ഇവിടെ ഈ വ്യക്തിപരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട് നിങ്ങൾക്ക് ഫിറ്റാകണമെന്നില്ല. ആകോ? നിങ്ങളുടെ സൈസ് വരായിരിക്കും, വലുതാകാം ചെറുതാകാം. അപ്പോൾ സാധാരണ ഇതിന് ടൈലർ മെയ്ഡ് എന്നല്ലേ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു സൈസുണ്ട്. ഇപ്പോൾ ഒത്തിരി പേരും ടൈലറിൻ്റെ അടുത്ത് പോയി തയ്ക്കുന്നത് വളരെ കുറവ്, റെഡിമെയ്ഡ് വാങ്ങി കിട്ടുന്ന രീതിയാണ് ഒത്തിരിയും കണ്ടിട്ടുള്ളത്. തയ്ക്കുന്നവരും കാണും. ഏത് രീതിയിലായാലും ഫിറ്റാകണമല്ലോ. അപ്പോൾ ഒരു തയ്യൽക്കാരൻ ചെയ്യുന്നത് ആ വില്ലേജിലുള്ള അല്ലെങ്കിൽ ആ ടൗണിലുള്ള എല്ലാവർക്കും ഒരേ ടൈപ്പ് ഒരു ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ല, അയാളെ പിടിച്ച് നിർത്തി, ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് ചെന്നാൽ അയാൾ ടേപ്പ് എടുത്ത് പിടിച്ച് നിർത്തി തോള്, കയ്യ്, ചെസ്റ്റ് ഓരോ ഇതും എഴുതിയെടുത്ത് അതിൻ പ്രകാരമാണ് തയ്ക്കുന്നത്. ശരിയാണോ? ഇനി റെഡിമെയ്ഡ് ആണെങ്കിൽ എല്ലാത്തിനും ജനറലി നമ്മൾ ചുമ്മാ നോക്കുകയാണെങ്കിൽ സ്മോൾ സൈസ് കാണും, മീഡിയം സൈസ് കാണും, ലാർജ് സൈസ് കാണും, എക്സ്ട്രാ ലാർജ് കാണും. ഇപ്പോൾ ഒരു റെഡിമെയ്ഡാണ് ഇടുന്നതെങ്കിൽ തന്നെ അതിൽ ഓരോന്നിനും പ്രത്യേകിച്ച് ജനറലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്മോൾ സൈസ് കാണും, മീഡിയം സൈസ് കാണും, പിന്നെ ലാർജ് സൈസ് കാണും, എക്സ്ട്രാ ലാർജ് കാണും. അതല്ലാതെ തന്നെ 30, 32, 34, 36 ഇതൊക്കെ പറഞ്ഞു ഓരോന്നിനും ഷർട്ട്സിനായാലും മറ്റേതെങ്കിലും ഡ്രസ്സിനായാലും ഓരോന്നിനും ഉണ്ട്. അതനുസരിച്ചാണെങ്കിൽ ഏകദേശം അത് ഫിറ്റായിക്കോളും. ഇതുപോലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ആവശ്യങ്ങളല്ല എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങളല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അയൽക്കാരൻ്റെ ആവശ്യങ്ങളല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ. എല്ലാവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, ഓ മൈ ഗോഡ്, ദിസ് ഈസ് പവർഫുൾ. ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു വീടെടുത്താൽ ആ വീട്ടുകാരിൽ അപ്പൻ, അമ്മ, മക്കൾ, ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് അത് തരാൻ ദൈവത്തിന് കഴിവുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്പർ 2, ഗോഡ് സപ്ലൈസ് നീഡ്സ്, നോട്ട് ജസ്റ്റ് വാണ്ട്സ്. ദൈവം എല്ലായ്പ്പോഴും നമുക്ക് നൽകുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളല്ല. അതായത് നമുക്ക് ആഗ്രഹങ്ങൾ ഒത്തിരി കാണും, എല്ലാ ആഗ്രഹങ്ങളും നല്ലതുമല്ല. അതുകൊണ്ട് ദൈവം ഏറ്റവും അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും അവശ്യ സാധനങ്ങളാണ്, അവശ്യ കാര്യങ്ങളാണ് ആദ്യം നൽകിത്തരുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി നൽകിത്തരുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളുമാണ്. അപ്പം നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ, ഗോഡ്സ് പ്രൊവിഷൻ ഫോക്കസസ് ഓൺ വാട്ട് ഈസ് ട്രൂലി നെസസറി. ഇത് നമ്മൾ ദൈവം ആദ്യം ഫോക്കസ് ചെയ്യുന്നത് വാസ്തവത്തിൽ എനിക്കെന്താണ് ആവശ്യം, അതിലാണ് ദൈവം ഫോക്കസ് ചെയ്യുന്നത്. മത്തായി 6:31 മുതൽ 33 വരെ വായിക്കുമ്പോൾ, ഡു നോട്ട് വറി എബൌട്ട് വാട്ട് യു വിൽ ഈറ്റ് ഓർ വെയർ,
മീനിങ് ബേസിക് നീഡ്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ദൈവം ആദ്യം നോക്കുന്നത്. അത് ആദ്യം സപ്ലൈ ചെയ്യാൻ ദൈവം ശ്രമിക്കുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 8. 1 തിമോത്തിയോസ് 6:8 ഇഫ് യു ഹാവ് ഫുഡ് ആൻഡ് ക്ലോത്തിങ് വി ഷുഡ് ബി കണ്ടെൻറ്റ്. അതായത് നമുക്ക് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ എന്നാണ് മലയാളം ബൈബിളിൽ പരിഭാഷപ്പെടുത്തി. എന്ന് വെച്ചാൽ ഭക്ഷിക്കുവാനും ധരിക്കുവാനുള്ള വസ്ത്രം ഉണ്ടെങ്കിൽ, ബേസിക് നീഡ്സ് ഉണ്ടെങ്കിൽ അതിലൊരു തൃപ്തി വാസ്തവത്തിൽ നമ്മൾ വരണം. അതാണ് നമ്മുടെ നീഡ്സ്, അല്ലെങ്കിൽ ഏറ്റവും അവശ്യ വസ്തുക്കൾ. അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഭക്ഷിക്കാനായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, കുടിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്, ധരിക്കാൻ വസ്ത്രം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ തൃപ്തരും നന്ദിയുള്ളവരുമാകാൻ പഠിക്കണം. ഇത് പറയാൻ കാരണം ഈ പാസേജിൽ തന്നെ, അതായത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് ഈ ഭാഗത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്, സമൃദ്ധിയിലിരിക്കാനും ഞെരുക്കത്തിലിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. ഇതിനാണ് ആർട്ട് ഓഫ് ലിവിങ് ഞാൻ കൂടെ പറയാറുള്ളത്. അപ്പോൾ അതൊരു അഭ്യാസം, അതൊരു ട്രെയിനിങ്ങാണ്. ഏത് സാഹചര്യത്തിലും തൃപ്തിയോടുകൂടി ഇരിക്കുവാനുള്ള ഒരു കഴിവ്. പ്രത്യേകിച്ച് ഒരു മിഷണറിയായ പൗലോസിന് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊന്നും അധികം പോകാത്ത, സ്വന്തം വീട്ടിൽ വളരെ കംഫർട്ടബിളായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യം ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ കപ്പലിൽ, ചിലപ്പോൾ കാട്ടിലൂടെ പോകേണ്ടി വരും, ചിലപ്പോൾ കാൽനടയായി പോകേണ്ടി, ചിലപ്പോൾ ഏതെങ്കിലും അന്നത്തെ വാഹന മൃഗങ്ങളാണ് പോകേണ്ടി വരും, ചിലപ്പോൾ ജയിലിലാണ്, ചിലപ്പോൾ ചില വീടുകളിൽ സ്വീകരിക്കുമ്പോൾ അവർ നല്ല ആഹാരവും നന്നായി കിടന്നുറങ്ങാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുത്തിരിക്കും. ചിലപ്പോൾ ഒന്നും കാണില്ല, പട്ടിണിയായിരിക്കാം, നഗ്നത, ഇതെല്ലാം പറയുന്നുണ്ട് അദ്ദേഹം. സോ 1 തിമോത്തിയോസ് 6:8 പറയുന്നതനുസരിച്ച് നാം ഭക്ഷിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ടെങ്കിൽ അതിൽ തന്നെ നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. എബ്രായ ലേഖനം 13:5 ഗോഡ് വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക്. നിങ്ങളുടെ കണ്ണിൽ നോക്കി ഞാൻ പറയുക, ദൈവം ഒരിക്കലും എന്നെ കൈവിടുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ വചനം 1000 പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ദയവായി കമൻറ്റ് സെക്ഷനിൽ ആ വചനം ഒന്ന് ഇട്ട് കൊടുക്കാമോ? ഒത്തിരി പേര് ഇത് കാണട്ടെ. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, കുടുംബം ഉപേക്ഷിച്ചാലും, രാഷ്ട്രീയക്കാർ ഉപേക്ഷിച്ചാലും, സഭക്കാർ ഉപേക്ഷിച്ചാലും, നാട്ടുകാർ ഉപേക്ഷിച്ചാലും, ഗവൺമെൻറ് ഉപേക്ഷിച്ചാലും, ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ രോഗമായിട്ട് ചെന്നിരിക്കുക, ആ ഹോസ്പിറ്റലിലെ എല്ലാ മരുന്നും എടുത്തു കൊടുക്കും ഇയാൾക്ക്? ഇല്ല. അയാളുടെ ആവശ്യം എന്താണ്? പനിയാണെങ്കിൽ പനി, വേറെ എന്തെങ്കിലും രോഗമാണെങ്കിൽ അതിനുള്ള പ്രിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് ദൈവം ഈ ലോകത്തുള്ള എല്ലായിടത്തും കയ്യിലോട്ട് തരികയല്ല ചെയ്യുന്നത്. പകരം എന്താണ് പേഴ്സണലി നിൻ്റെ ആവശ്യം, അതവൻ നിറവേറ്റിത്തരും. അത് നിറവേറുന്നുണ്ടെങ്കിൽ കൈകളെ ഉയർത്തി നന്ദി പറയാൻ നമ്മൾ പഠിക്കണം. മാത്രമല്ല, ഇപ്പോൾ അതിലെവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. കേട്ടോ, പൗലോസ് വലിയ പരമവിളി എന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് വിളി കേട്ട മനുഷ്യൻ, യേശു നേരിട്ട് പ്രത്യക്ഷനായ മനുഷ്യൻ്റെ കഥയാണ് പറഞ്ഞത്. കാട്ടിലും നാട്ടിലും ഒക്കെ വലിയ ആപത്തുകളിലൂടെ പലവട്ടം പട്ടിണിയും ഉറക്കമില്ലായ്മയൊക്കെ, അതായത് തൻ്റെ ശരീരം അതുപോലെ തകർന്നു. എന്തിനു വേണ്ടി? ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. നമ്പർ 3, പ്രൊവിഷൻ കംസ് ഫ്രം ഗോഡ്സ് അൺലിമിറ്റഡ് റിസോഴ്സസ്. എനിക്കുള്ള കരുതൽ വരുന്നത് ദൈവത്തിൻ്റെ പരിമിതികളില്ലാത്ത വിഭവശേഷിയിൽ നിന്നാണ്. അതായത് എൻ്റെ സപ്ലൈ എവിടെ നിന്നാണ് വരുന്നത്? ഒരിക്കലും തീരാത്ത ഖജനാവ്, ഒരിക്കലും തീരാത്ത സ്റ്റോർ ഹൗസ്, വെയർ ഹൗസ്, അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം. എല്ലാവരും ഒന്നുകൂടി പറഞ്ഞേ, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം. ഗോഡ് ഡസ് നോട്ട് ഗിവ് ഔട്ട് ഓഫ് ലിമിറ്റേഷൻ ബട്ട് ഔട്ട് ഓഫ് അബണ്ടൻസ്. പരിമിതികളിൽ നിന്ന് പ്രവർത്തിക്കുന്നവനല്ല നമ്മുടെ ഡാഡി, നമ്മുടെ ദൈവം. പരിമിതികളില്ലാത്ത സമൃദ്ധിയിൽ നിന്നും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഓ മൈ ഗോഡ്, ഈ ഭൂമിയിൽ കർത്താവ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമൃദ്ധി എത്ര വലുതാണ്.
വേണ്ടത്ര ഓക്സിജൻ, വേണ്ടത്ര കാർബൺ ഡൈ ഓക്സൈഡ്, വേണ്ടത്ര വെള്ളം, വേണ്ടത്ര ധാതു ലവണങ്ങൾ, ന്യൂട്രീഷൻ, വേണ്ടത്ര വൈറ്റമിൻ, വേണ്ടത്ര പ്രോട്ടീൻ, വേണ്ടത്ര കഴിക്കുവാനുള്ള എല്ലാം ഈ ഭൂമിയിലുണ്ട്. മനുഷ്യനതിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിതരണ ശൃംഖലയിൽ കുഴപ്പമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരായുസിൽ നല്ല സകല തലമുറകൾക്കും എന്നേക്കും തിന്നുവാനുള്ളതും എല്ലാം ഈ ആവാസ വ്യവസ്ഥയിൽ ദൈവം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. എഫെസ്യ ലേഖനം 3:20 കാണുന്നത്, ഹി ഈസ് ഏബിൾ ടു ഡു ഇമ്മെഷറബിളി മോർ ദാൻ വാട്ട് വി ആസ്ക് ഓർ ഇമാജിൻ ഓർ തിങ്ക്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്നവൻ്റെ ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനങ്ങൾ 50:10 നമ്മൾ കാണുന്നത്, എവ്രി ആനിമൽ ഓഫ് ദ ഫോറസ്റ്റ് ഈസ് ഹിസ്. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവൻ്റെ അല്ലേ? നാട്ടിലെ മതേ. അതുകൊണ്ടാണ് യേശുവിന് കൃഷീകരണത്തിൻ്റെ ചില ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഈ ഓശാന ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന പാം സൺഡേ, ആ ദിവസം കർത്താവിന് ഒരു വണ്ടി വേണം. വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതെങ്കിലും ഇന്നോവയോ മെഴ്സിഡസ് ബെൻസോ ഒന്നുമല്ലല്ലോ. അന്ന് കഴുതയുടെ മുകളിലും അതുപോലെ കുതിരയുടെ മുകളിലൊക്കെയാണ് എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ശിഷ്യന്മാരെ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളവിടെ ചെന്നിട്ട് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തു, ചെല്ലുക, അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ഹീസ് ദി ഓണർ. അടുത്തൊരു വചനം, ഹാഗിയായി ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 8, ദ സിൽവർ ആൻഡ് ഗോൾഡ് ബിലോങ് ടു ഹിം. വെള്ളിയും സ്വർണവും അത് എൻ്റേത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ വേണ്ടി ചെന്നാൽ, അപ്പോൾ ചെല്ലുവാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കണ്ടെയ്നർ എത്രയാണോ ആ കണ്ടെയ്നർ അനുസരിച്ചായിരിക്കും ഒഴിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചാൽ ആ വീട്ടിൽ ടാപ്പോ അല്ലെങ്കിൽ കുളമോ ഒരു കിണറോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കോരിത്തരും. എന്നാൽ ഒരു സമുദ്രത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് സമുദ്രത്തോട് കുറച്ച് വെള്ളം ചോദിച്ചാലും എത്ര വേണേലും കൊണ്ടുപോകണം. ഈ മഹാസമുദ്രമാണ് ദൈവം. മനുഷ്യരോട് ചോദിച്ചാൽ ലിമിറ്റഡ് സപ്ലൈ അവരുടെ കയ്യിലുള്ളൂ. ഒരു കൊച്ചു കിണർ, ഒരു ബാരൽ വെള്ളം, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം, കപ്പിൽ വെള്ളം, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവന് കിട്ടുന്നതൊരു ഗ്രേറ്റ് ഓഷനാണ്. അത് സ്നേഹമായാലും ഏതെങ്കിലുമൊക്കെ സപ്ലൈ ആയാലും എന്തിനു വേണ്ടിയായാലും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു മഹാസമുദ്രത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് പോലെ ആയിരിക്കും. നമ്പർ 4, പ്രൊവിഷൻ ബ്രിങ്സ് പീസ് നോട്ട് ആൻസൈറ്റി. ഇതാണ് നമ്മുടെ ഇന്നത്തെ പീസ്ഫുൾ പ്രൊവിഷനാണ് ഇന്നത്തേത്. ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ആകുലതയല്ല, സമാധാനമാണ് നൽകുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്. God's provision is meant to produce rest, not worry. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടനെ വിശ്രമിക്കുക, കർത്താവിൽ വിശ്രമിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഫിലിപ്പി ലേഖനം 4:6-7 വായിക്കുമ്പോൾ, ഡു നോട്ട് ബി ആൻഷ്യസ്, ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗാർഡ് യു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, അവൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും. മത്തായി 6:26, യുവർ ഹെവൻലി ഫാദർ ഫീഡ്സ് ദ ബേർഡ്സ്. ആകാശത്തിലെ പറവകളെ ഗവൺമെൻ്റ് അല്ല, എൻ്റെ പിതാവ്, നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവാണ് പോറ്റുന്നത്. നിങ്ങളെ എത്ര അധികം അവൻ പോറ്റും. യെശയ്യാവിൻ്റെ പുസ്തകം 26:3 കൂടെ നമ്മൾ പറയാറുണ്ട്, പെർഫെക്റ്റ് പീസ് ഫോർ ദോസ് ഹു ട്രസ്റ്റ് ഹിം. സ്ഥിരമനസ്സോടുകൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയൊരു സമാധാനം ദൈവം നൽകും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റുണ്ട്, ആ ടിക്കറ്റിൽ അടിച്ചിട്ടുണ്ട് കൺഫേംഡ്. നിങ്ങളുടെ അകത്തെ കോൺഫിഡൻസ് എന്തായിരിക്കും? കൃത്യം ബോഗിയിലേക്ക് കയറി നിങ്ങളുടെ സീറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിക്കുകയാണ്. നിങ്ങൾ പറയും, കാരണം എൻ്റെ ടിക്കറ്റ് പറയുന്നത് ദിസ് സീറ്റ് ഈസ് റിസർവ്ഡ് ആൻഡ് കൺഫേംഡ്, എഴുന്നേറ്റോളാൻ പറയും. അതേസമയത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലെന്നിരിക്കട്ടെ, കൺഫേംഡ് അല്ലാത്തൊരു ടിക്കറ്റുമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളവിടെ കയറാൻ പറ്റുമോ? അത് തന്നെ ആദ്യം പരിങ്ങലിലാണ്. ഇനി അഥവാ കയറിയാലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് TTRനെ വല്ലതും കണ്ടൊന്ന് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തരപ്പെടുത്തണം. ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥിതി എന്താണെന്നറിയാമോ? ഈ കൺഫേംഡ് ടിക്കറ്റുമായി യാത്ര ചെയ്യുന്നൊരു പാസഞ്ചറെ പോലെയാണ്. ഉറപ്പാണ്, ദൈവം കരുതിക്കൊള്ളും,
ദൈവം കാര്യങ്ങൾ ചെയ്തോളും, ഉറപ്പുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു സമാധാനം കിട്ടും. എൻ്റെ ടിക്കറ്റ് കൺഫേംഡാണ്, അല്ലെങ്കിൽ എനിക്കുള്ള സപ്ലൈ ഉറപ്പാണ്. വളരെ സമാധാനത്തോടുകൂടെ അവിടെ പോയിരിക്കാം. അത് ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞത്. വളരെ സമാധാനത്തോട് കിടന്നുറങ്ങുക, വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുക. കൈനീട്ടാം. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും കർത്താവെ, ഈ ദിവസം ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം കർത്താവ് കൊടുത്ത് ബ്ലസ് ചെയ്യണമേ, ബ്ലസ് ചെയ്യണമേ, ബ്ലസ് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ഫാദർ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഈ ഭാഗത്തൊക്കെ പെയിനുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ഈ ഒരേ രോഗം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. മരുന്ന് കഴിക്കുമ്പോൾ ഒരു കോഴ്സ് കഴിയുമ്പോൾ വീണ്ടും വരുന്നു. അങ്ങനെയുള്ള യേശുവിൻ നാമത്തിൽ ആ സൈക്കിൾ ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളത്തേത് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലസ് യു. ബൈ.